ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാമാട്ടിയുടെ നൈറ്റ് ഡ്യൂട്ടിയെ പറ്റിയിട്ടാണ് കേട്ടോ. ഇത്ര വഴക്കാണെന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ രണ്ട് കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കരച്ചിൽ നിർത്തും. പക്ഷെ താഴെ വെക്കരുത്, താഴെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കരയാൻ തുടങ്ങും. അധികം നേരം എനിക്ക് അവൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് ഇരിക്കാൻ പറ്റത്തില്ല. കൈക്ക് അധികം ബലമില്ല. പണ്ട് പുഷപ്പ് എടുക്കാൻ സാറന്മാർ പറയുമ്പോഴേക്ക് അവരുടെ വായി നോക്കിയിരിക്കുന്നത് കൊണ്ടുള്ള ഗുണമാണ്. അവൾക്കാണെങ്കിൽ ഗ്യാസ് കയറിയിട്ട് നല്ല കരച്ചിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ നേരം കമത്തി കിടത്തി 8 മണിക്കൂറെങ്കിലും കമത്തി കിടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിലൊരാശ്വാസം കിട്ടിയില്ല, അവൾ കരയാൻ തുടങ്ങി. പിന്നെ തെക്കോട്ടുംപാട് കൊട്ടുംപാട് ഞാറോട്ടും ചാരിച്ചും തിരിച്ചും മറിച്ചും ഒക്കെയൊന്നും അവൾ ഉറക്കാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാം പാഴായിപ്പോയി. അവൾ ഉറക്കി എനിക്കാണല്ലോ ഭഗവാനെ ഉറക്കം വരുന്നത്. ഇതേ പെണ്ണെ, നിനക്കെന്റെ സ്വഭാവം അറിയാൻ പാടില്ല എന്നൊക്കെ ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൾ എൻ്റെ മുഖത്തൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇപ്പം എനിക്ക് ദേഷ്യം വരത്തില്ല, നിങ്ങൾ തന്നെ പറ. അങ്ങനെ കുറേ ആട്ടൊക്കെ ആട്ടി കഴിയുമ്പോഴേക്കും ഉറങ്ങി എന്ന് അവൾ നമ്മളെ വിശ്വസിപ്പിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവളെ കൊണ്ടുവന്ന് കിടത്തും. നീട്ടി വലിച്ച് കോട്ടവായൊക്കെ വിടുന്നുണ്ടെങ്കിലും ഞാൻ ഉറങ്ങത്തില്ലെന്ന എന്തോ ഒരു വലിയ വാശിയിലാണ് ആശാട്ടി. കണ്ണങ്ങ് വലിച്ച് തുറക്കുക. അരികത്ത് ഞാനും ഇരിപ്പുണ്ട് കേട്ടാ.